ഹലോ ഡിയർ മാനിഫെസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളുടെ ആമി. പുതിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമാണല്ലേ? ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായൊരു യാത്ര, ഏറ്റവും സുന്ദരമായ ഈ യാത്രയുടെ പ്രീ ആക്ടിവിറ്റീസ് ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം മനസ്സിലായിട്ടുണ്ടാവും എന്തിനു വേണ്ടിയാണ് ഈ മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കി, ഞാൻ എന്തിനാണ് ഇവിടെ ജോയിൻ ചെയ്തത്, എന്ത് കാര്യത്തിനാണ് ഞാൻ വന്നത്, എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ ഇന്ന് കുറേ ആലോചിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ കണ്ടെത്തിയപ്പോഴും പല തടസ്സങ്ങളും പലപ്പോഴും മനസ്സുകൊണ്ട് അലട്ടിയിട്ടുണ്ടാവും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, തീർച്ചയായും രണ്ടാമത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്, പുതിയ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ചില സമയത്ത് പലതരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്തകൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്. മാറ്റത്തിന് തയ്യാറാവുമ്പോൾ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ശക്തി എന്താണ്? തീർച്ചയായിട്ടും പല കാരണങ്ങളുണ്ടാവും. നമ്മുടെ പാസ്റ്റിലുള്ള പല എക്സ്പീരിയൻസസ്, നിന്നെക്കൊണ്ടത് സാധിക്കില്ല, നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പലരും പറഞ്ഞു കേട്ടതിൽ നിന്ന് നമ്മുടെ മനസ്സ് പറയും, ഇതിന് പ്രവർത്തിക്കാൻ എനിക്ക് ശക്തിയില്ല, ഞാൻ മുമ്പേ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കഴിയുമായിരിക്കും, എന്നാലും എനിക്ക് കഴിയില്ല, എനിക്കാണെങ്കിൽ വേണ്ടത്ര സമയമില്ല, എനിക്ക് വേണ്ടത്ര എനർജി ഇല്ല, ആരോഗ്യക്കുറവുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാരണങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം ആയി നിന്നേക്കാം. അത്തരത്തിലുള്ള തടസ്സങ്ങളെയും നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തണം. നാളെ രാവിലെ എണീറ്റ ഉടൻ നിങ്ങൾ 2 മിനിറ്റ് സമയം നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തമായ അവസ്ഥയിൽ തന്നെ തുടരുക. ആഴത്തിൽ പൂർണ്ണമായും സ്വസ്ഥമായി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസഗതി അനുഭവിക്കുക. പൂർണ്ണമായും നിങ്ങളുടെ മാറ്റത്തിന് എതിർപ്പായി തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയോ വിശ്വാസങ്ങളെയോ കുറിച്ച് ചിന്തിക്കുക. അതിനിടയിൽ ഇന്നലത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ 5 അനുഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടെത്തുക. അതിന് കൂടുതൽ നന്ദിയുള്ളവരായി തീരാൻ സമയം ചെലവഴിക്കുക. കൂടുതൽ മനസ്സിൽ നന്ദി തോന്നുകയും സമൃദ്ധി തോന്നുകയും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പുതിയ വഴി ഒരുങ്ങുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ എതിർപ്പുകളെ കണ്ടെത്തണം. ഏതൊക്കെ കാരണങ്ങളാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ള കാരണങ്ങൾ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. തീർച്ചയായും ആത്മസാക്ഷാത്കരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ തടസ്സങ്ങളെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. അതിന് പൂർണ്ണമായും നിങ്ങളോടൊപ്പം സഫാമി ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഈ യാത്രയിൽ നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.